ഷീജാസ് ടേസ്റ്റ് ലാൻഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ വറുത്തരച്ച കറിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വറുത്തരച്ച കറിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. സാധാരണ കറിവെക്ക എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ചെറിയ പീസായിട്ട് വേണം വറുത്തരച്ച കറിക്ക് എടുക്കാൻ. അത് നന്നായി കഴുകി വൃത്തിയാക്കി 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ വറുത്തരച്ച കറിക്ക് ആദ്യം തേങ്ങ വറക്കണം. അതിനായി ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, ചുവന്നുള്ളി അരിഞ്ഞത്, അത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. വറുത്തരച്ച കറിക്ക് പച്ചത്തേങ്ങ ഉപയോഗിക്കരുത്. ഉണങ്ങിയ തേങ്ങ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഡാർക്കായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് മല്ലിപ്പൊടി, ഓരോരോ ടേസ്റ്റിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. ഞാൻ 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഗരം മസാല 1 സ്പൂൺ, ഇനി ഇത് തണുത്ത ശേഷം അരച്ചെടുക്കാം. ഇനി വേറൊരു പാത്രം വെച്ചിട്ട് ഉള്ളി വഴറ്റിയെടുക്കാം. അതിനായി പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഒരു പച്ചമുളക് കീറിയത്, ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ട് ഇതിൽ ഉടഞ്ഞു ചേരണം. വറുത്ത് വെച്ച തേങ്ങ നന്നായി തണുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ സമയം അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്.
ഇനി അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാമേ. ഇതൊന്ന് തിളച്ച ശേഷം ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് പറക്കി ഇട്ട് കൊടുക്കണം. ചിക്കൻ കഷ്ണങ്ങളിട്ട് നന്നായി ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഒരു കഷ്ണം എടുത്ത് നോക്കണം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പം ഞാൻ നോക്കിയപ്പോഴേ വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യും. തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചാറോട് കൂടിയുള്ള ഗ്രേവിയാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല ഗ്രേവിയോട് കൂടിയ ചിക്കൻ കറി കിട്ടും. ഇത് അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണിത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.